ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. അതായത് 2024 ജൂൺ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. അതായത് കൊല്ലവർഷം 1199 ഇടവമാസം 26-ാം തീയതി മുതൽ മിഥുനമാസം 1-ാം തീയതി വരെയുള്ള ഫലങ്ങൾ. അത് 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാൻ ഇന്ന് പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ഗോചരാലുള്ള ഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ട് അനുഭവപ്പെടാറുണ്ട്. ദോഷങ്ങളായാലും ഗുണങ്ങളായാലും അതീവ കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, ഗോചരഫലം നല്ലതായിട്ടും കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവർ, അത് വിവാഹ തടസ്സമായാലും സന്താനകാര്യത്തിൻ്റെ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും ഗൃഹമോ വാഹനം, അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനൊക്കെയുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ പൊരുത്തം നോക്കുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഓൺലൈനായിട്ടും നോക്കുന്നതാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ സ്ഥിതി ദൈവാനുകൂല്യം ഉള്ള സമയമാണ്. രാശ്യാധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഏതെങ്കിലും രീതിയിൽ രോഗാവസ്ഥയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് മുക്തരാകുവാൻ ഈ ആഴ്ച യോഗമുണ്ട്. കൂടാതെ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗവും കാണും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും നല്ല സമയമാണ്. വിദ്യാവിജയങ്ങൾ വന്നിച്ച്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമാണ്. തൊഴിൽ കാര്യങ്ങളിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയും കൂടി. സുഹൃത്തുക്കൾ മുഖാന്തരവും സഹോദരസ്ഥാനീയർ മുഖാന്തരവും ഒക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. കണ്ടകശനിയൊക്കെ അനുഭവിച്ച് വളരെയധികം ദുഃഖത്തിലും ദുരിതത്തിലുമൊക്കെ കഴിഞ്ഞിരുന്ന ഈ ഇടവം രാശിക്കാർ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താലും രാശ്യാധിപൻ്റെയും ധനസ്ഥാനത്തിൻ്റെ അധിപനുമൊക്കെ അവിടെ ബലവാനായിട്ട് വന്നതിനാലും പല വിധത്തിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ശ്രേയസ്സിനും യശസ്സിനും ഒരു മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ചില ദുഷ്പ്രചരണങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പ്രവർത്തന രംഗത്ത് അത്യാവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത പാടില്ല. വിദേശത്ത് ഇപ്പോൾ പോയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നീക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാർക്ക് മെച്ചപ്പെടുകയാണ്. സമയം മെച്ചപ്പെടുകയാണ്. ദൈവാനുകൂല്യം കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനി സ്വക്ഷേത്ര ബലവാനായതിനാലും വലിയ ദോഷമല്ല. രാഹു തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തൊഴിൽപരമായ ഒരു സ്ഥാനചലനം, സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുണ്ട്. തൊഴിൽ നഷ്ടപ്പെടാതെ വളരെ ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുക. കുടുംബാംഗങ്ങൾ, മാതാപിതാക്കളുമായിട്ടോ സഹോദരങ്ങളുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ പരസ്പരം കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വാഹനങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ, വാഹനവുമായ തൊഴിൽ ചെയ്യുന്നവർ, ഡ്രൈവർമാർ, മറ്റ്
സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ ഈ ഏതെങ്കിലും തരത്തിലുള്ള സാഹസികമായ ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർന്നത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലൊരു ഉയർച്ച ഉണ്ടാകുവാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണ്. അത് ഭാഗ്യാധിപൻ കൂടിയായതിനാൽ ഒരു ലോട്ടറിയൊക്കെ പരീക്ഷിക്കാം, അല്ലെ ഒരു കുറിച്ചിട്ടി അടിക്കുക. സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് ഒരു അപ്രതീക്ഷിതമായ വിജയം ഉണ്ടാകുക. വലിയ നേട്ടമൊന്നുമില്ലാത്ത ജോലികളിലൊക്കെ ചെയ്യുന്നവർ ജോലി ഉപേക്ഷിച്ച് സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നതിനും നല്ല അവസരങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലികൾ ചെയ്ത് പരാജയപ്പെട്ട ചില ആൾക്കാരുണ്ട്. അവർക്ക് നല്ല ഉയർന്ന നിലയിലേക്ക് യുവതി യുവാക്കൾക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ആഴ്ച. 7 ശനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ്. ദമ്പതികളായിട്ടുള്ളവർ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ തണുപ്പതി അടിക്കാതെ നോക്കുക. കഫസംബന്ധമായ വാദസംബന്ധമായോ പ്രായമായവർക്കുമൊക്കെ കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും കുട്ടികൾക്കുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ അവരവരുടെ തന്നെ വാക്കിൻ്റെ പിഴവ് മൂലം അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സൂചനയുണ്ട്. സംസാരത്തിൻ്റെ ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നത് വളരെ ക്ലേശങ്ങൾ ഉണ്ടാകും. സംസാരം വളരെ ശ്രദ്ധിക്കുക. ദേഷ്യങ്ങളൊക്കെ ഒഴിവാക്കുക. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധി വന്നു ചേരുക. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം വന്നു ചേരുക. ഉയർന്ന ഭാഗ്യാവസ്ഥയുള്ള ദൈവാധീനമുള്ള സന്ദർഭം. എന്നിരുന്നാലും ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ വളരെയധികം സൂചനയുള്ള സമയമാണ്. എതിർലിംഗക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ഏർപ്പാടുകൾ ചെയ്യുമ്പോൾ, ഇടപെടുന്ന സന്ദർഭങ്ങളിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുവാൻ ഉള്ളതിനാൽ വളരെയധികം ജാഗ്രത അക്കാര്യത്തിൽ ആവശ്യമാണ്. അത് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാനും സൂചനയുണ്ട്. കുടുംബപരമായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ വാഹനം വന്നു ചേരുന്നതിനോ പുതിയ ഗൃഹം വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും. എങ്കിലും രാശ്യാധിപൻ്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കും. ആയതിനാൽ ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. സേവന ത്യാഗത്തിൻ്റെയൊക്കെ ഗ്രഹമായ ശനി ബലവാനായിട്ട് പാകിസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സേവന രംഗത്ത് ഒരു ജോലി കിട്ടുന്നതിനും അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും പരമ്പരാഗതമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും പാരമ്പര്യമായ രീതിയിലുള്ള ഒരു സമ്പത്ത് വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നു ചേരും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് കഷ്ടതകളിൽ നിന്നൊക്കെ ഒരു മോചനം വരുന്നു. കണ്ടകശനിയുടെ ബലം കുറഞ്ഞു വരുന്നു. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. രാശ്യാധിപൻ്റെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ്. ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരുന്ന ധനം
അല്ലെങ്കിൽ കയ്യിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകളൊക്കെ ഇളക്കം വരുന്ന രീതിയിൽ കാര്യങ്ങൾ സാമ്പത്തിക അധിക ചെലവുകൾ വരുവാൻ സൂചനയുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആർക്കും സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കാതിരിക്കുക. ധനനഷ്ടം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ദൈവാധീനം കുറഞ്ഞ ഒരു ആഴ്ചയാണ്. എങ്കിലും ഭാഗ്യം തുണയായിട്ടുള്ളതിനാൽ പല കാര്യങ്ങളും സാധിക്കും. ഭൂമി സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടും മറ്റ് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ്. എന്നിരുന്നാലും ഉള്ള തൊഴിൽ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകളാണ്, നഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ പിന്നെ ഒരു ജോലി കിട്ടുക അത്ര എളുപ്പമല്ല. ഉള്ള ജോലി പുരോഗമിക്കത്തക്ക രീതിയിൽ, സാമ്പത്തിക അഭിവൃദ്ധി വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക, വിജയിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കുടുംബത്ത് മാതാപിതാക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച്, ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറിയിരിക്കുന്നു. എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ദൈവാധീനമുള്ള സന്ദർഭം. പ്രത്യേകിച്ച് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോകുന്നവർക്ക്, സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് സപ്തസാഗരങ്ങൾ കടന്നു പോകണം എന്ന് തന്നെയില്ല, സ്വന്തം നാട്ടിൽ നിന്ന് ദൂരെ ആയി ജോലി ചെയ്യാൻ ഒക്കെ ഒരവസരം വന്നു ചേരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, ഇപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ലതാണ്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ ആഴ്ച. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ടും സാധിക്കും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. എല്ലാവിധ ദൈവാധീനവുമുള്ള സന്ദർഭം. എന്നിരുന്നാലും 7.5 ആണ്ട് ശനി ജന്മത്തിൽ അനുഭവിക്കുന്നതിനാൽ പലവിധ കഷ്ടതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ്. അധിക പ്രാർത്ഥനയും ശ്രദ്ധയും, പ്രത്യേകിച്ച് യുവതിയുവാക്കളോ ഒക്കെ ആണെങ്കിലും ആരായാലും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഉത്തമ സുഹൃത്തുക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ ആരാഞ്ഞ്, പ്രത്യേകിച്ച് അധിക സാമ്പത്തികം മുടക്കുന്ന കാര്യത്തിലായാലും വിവാഹ കാര്യത്തിലായാലും അങ്ങനെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ നല്ല ഒരു ഉപദേശങ്ങൾ സ്വീകരിച്ചൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശത്രുക്കൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി 4 പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ 7 ശനി ആരംഭിച്ചിട്ടുണ്ട്. 1.5 വർഷമായി ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു വർഷം. അപ്പോൾ പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ സൂചകമാണ്. രാശിയിൽ തന്നെ രാഹുവും കൂടി സ്ഥിതി ചെയ്യുന്നു. ആയതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനോ ദമ്പതികൾ തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില അലോസരതകൾ ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാനും സൂചനയുണ്ട്. തൊഴിൽപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും. ഉള്ള തൊഴിൽ വേണ്ടെന്ന് വെക്കാൻ ഒക്കെ ഒരു മാനസികാവസ്ഥ വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ്. ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ജാഗ്രത പാലിക്കുക. സ്വന്തമായിട്ട് തൊഴിലൊക്കെ ചെയ്യുന്നവർ, അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത്, എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുന്നതും ജാമ്യം നീക്കുന്നതുമൊക്കെ അതീവ ജാഗ്രതയോടുകൂടി വേണം. അല്ല എങ്കിൽ വലിയ വലിയ നഷ്ടങ്ങൾ വരുവാൻ സൂചനയുള്ള കാലമായതിനാൽ പിന്നീട് വലിയ ബന്ധനത്തിലായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മുക്തി നേടുവാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഇത് നേരത്തെ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് അധിക കഷ്ടങ്ങളുള്ളവരും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്നതിനും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. കൂടാതെ നാഗരാജാവിന്
പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. വിഘടനവാദപരമായിട്ട് ആരും നമ്മളോട് ശത്രുതയ്ക്കൊന്നും വരാതിരിക്കുവാൻ അത് നല്ലതാണ്. അടുത്തുള്ള സർപ്പക്കാവിലായാലും മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആയില്യ പൂജകളിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക, അവരവരാൾ കഴിയാവുന്ന രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക.